ഹലോ, എല്ലാവരും മെയിനായിട്ട് നേരിടുന്ന ഒരു ശല്യമാണ് പല്ലി അല്ലേ? ഈ ഒരു പല്ലി കാരണം നമുക്ക് ഭയങ്കര ഇറിറ്റേഷനും കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ ഉറുമ്പ് ശല്യം, പല്ലിയുടെ കാഷ്ടം നമ്മൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട് പലയിടത്തായിട്ട്. പ്രത്യേകിച്ച് നമ്മുടെ ലിവിങ് റൂമിലൊക്കെ ഇതിൻ്റെ ഒരു ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അല്ലേ? അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു ടിപ്പാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ്. ഒറ്റ യൂസ് കൊണ്ട് റിസൾട്ട് കിട്ടും എന്നല്ല ഞാൻ പറഞ്ഞത്. കണ്ടിന്യൂസ് ആയി ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും. ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് കുഞ്ഞൊരു അപ്ഡേറ്റ്സ് തരാം. നമുക്ക് ഡെൻഡ്രോബിയത്തിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. കോമ്പാക്റ്റും വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എത്തിയിരിക്കുന്നത്. ഇത് കൂടാതെ ആന്തൂറിയം, ഫെലനോപ്സിസ്, ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സ്, വെറൈറ്റീസ്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമുക്കിപ്പം സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് ദാ ഈ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി. ഇത് കൂടാതെ ബ്ലൂമിങ് സ്റ്റേജിലെ പ്ലാന്റ്സ് നമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും എങ്ങനെ കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതിയേ. അപ്പം നമുക്ക് ടിപ്പ് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പച്ചമുളകിന് പകരം നമുക്ക് കാന്താരി കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ, നല്ല എരിവുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചാൽ മതി, ഒരുപാട് അങ്ങ് ചതച്ചെടുക്കേണ്ട. ജസ്റ്റ് ഒരു ഇടികല്ലിലിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ജസ്റ്റ് തിള വരുന്ന സമയത്ത് ഈ ഒരു ഐറ്റം ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ ഇത് ഒരു 10-15 മിനിറ്റ് നല്ല രീതിയിൽ വെട്ടി തിളയ്ക്കണം കേട്ടോ. വെട്ടി തിളച്ച് നല്ല ഒരു ലോ ഫ്ലെയിമിലിട്ട് ഇത് നല്ലതുപോലെ വെട്ടി തിളച്ച് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഈ ഒരു ഐറ്റം നിങ്ങൾ ജസ്റ്റ് ഒരു പ്രാവശ്യമായിരിക്കും ചെയ്തിട്ട് പറയും റിസൾട്ട് കിട്ടിയില്ല എന്ന്. അങ്ങനല്ല, ഇത് നമ്മൾ ഈ ഒരു സ്പ്രേ ബോട്ടിലിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സമയത്തെല്ലാം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ്. ഈ പല്ലിശല്യം നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും. അത് എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയുവാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. എന്താണ് ഇപ്പം ഞാനത് തണുത്ത് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റി വെക്കാം. ഇതുപോലെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ അതിനകത്ത് ഇതുപോലെ ലിക്വിഡ് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് നമ്മുടെ കിച്ചനൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നൈറ്റ് കിച്ചനൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. നല്ല റിസൾട്ടാണ് കേട്ടോ. ഇപ്പം ഞാനത് സ്പ്രേ ബോട്ടിലോട്ട് മാറ്റി എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഒരടപ്പ് ലൈസോൾ, നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്നതാണ് ലൈസോൾ ഇല്ലെങ്കിൽ ഡെറ്റോൾ കാണുമായിരിക്കുമല്ലോ. ഒരടപ്പ് ഡെറ്റോളോ ലൈസോളോ എന്ത് വേണമെങ്കിലും നമുക്കിതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ഒരടപ്പ് ലൈസോളാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ഷേക്ക് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും സ്പ്രേ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മളുടെ ലിവിങ് റൂമിൽ, നമ്മുടെ കിച്ചണിൽ, അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ്ങിൽ, ഇതൊക്കെ മസ്റ്റായിട്ടും ഈ ഒരു ഐറ്റം ഭയങ്കര ഡിസ്റ്റർബൻസാണ്. അപ്പോൾ ഇതിൻ്റെ കാഷ്ടം നമുക്ക് ഭയങ്കര ഇറിറ്റേഷനും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ഫുഡ് കുക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്യാം. അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതൊന്ന് സ്പ്രേ ചെയ്യുവാണെങ്കിലും ഈ ഒരു പല്ലിശല്യം നല്ല രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഒറ്റ യൂസ് കൊണ്ട് മാറ്റാം എന്നല്ല ഞാൻ പറഞ്ഞത്. കണ്ടിന്യൂസ് ഒന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. ട്രൈ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഓക്കേ.